അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തഅലീമുൽ മുതഅല്ലിം ക്ലാസ് 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വസമ്മൈതുഹു തഅലീമൽ മുതഅല്ലിമി ത്വരീഖത്ത് തഅല്ലുമി. തഅലീമുൽ മുതഅല്ലിം ത്വരീഖത്ത് തഅല്ലും എന്ന ഈ കിതാബിന് പേര് വെച്ചു. വജഅൽതുഹു ഫുസൂലൻ, വജഅൽതു ഞാനാക്കി ഹു ഈ കിതാബിനെ ഫുസൂലൻ കുറെ ഫസ്ലുകളാക്കി, പഠന സൗകര്യത്തിന് വേണ്ടി കുറെ ഫസ്ലുകളാക്കി എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഫസ്ലാണ് ഫസ്ലുൻ ഫി മാഹിയത്തിൽ ഇൽമി വൽ ഫിഖ്ഹി വ ഫദ്ലിഹി. ഫസ്ലുൻ ഫി മാഹിയത്തിൽ ഇൽമി, ഇൽമിന്റെ മാഹിയത്തിൽ, ഇൽമിന്റെ ഹഖീഖത്തിൽ പറയുന്ന ഫസ്ലാണ്, ഇൽമിന്റെ യാഥാർത്ഥ്യം. വൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെയും, വ ഫദ്ലിഹി അതിന്റെ ശ്രേഷ്ഠതയും. അപ്പൊ വിജ്ഞാനം, കർമ്മശാസ്ത്രം, അതിന്റെ യാഥാർത്ഥ്യവും ശ്രേഷ്ഠതയും പറയുന്ന അധ്യായമാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് മാഹിയത്താണ്, പിന്നെയാണ് ഫദ്ല് പറഞ്ഞത്. പക്ഷെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം ഫദ്ലാണ് പറയുന്നത്. കാരണം ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന് റഗ്ബത്ത് ഉണ്ടാവാൻ വേണ്ടി, ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ത്വലബുൽ ഇൽമി വിജ്ഞാന സമ്പാദനം, വിജ്ഞാനം തേടുക, അത് ഫരീളത്തുൻ നിർബന്ധ ബാധ്യതയാണ്, അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ എല്ലാ പുരുഷന്മാർക്കും, മുസ്ലിമായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, മുസ്ലിമായ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിജ്ഞാന സമ്പാദനം അത് നിർബന്ധ ബാധ്യതയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാൾക്ക് വലിയ നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതപണ്ഡിതനാക്കും. ഇത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, വിജ്ഞാന സമ്പാദനം എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ഇവിടെ ആദ്യം ഹദീസ് കൊണ്ടുവന്നു. ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം തന്നെ ഹദീസ് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞത് വിജ്ഞാന സമ്പാദനം എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. എല്ലാ ഇൽമും പഠിക്കണം എന്നാണോ ഇതിന്റെ അർത്ഥം? ലോകത്തുള്ള എല്ലാ ഇൽമും പഠിക്കണം എന്നാണോ? എല്ലാ ഇൽമും പഠിക്കൽ നിർബന്ധമാണ് എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നു, ഈ ഇൽം നീ അറിയുക, അന്നഹു തീർച്ചയായും കാര്യം, ലാ യഫ്തരിളു അലാ കുല്ലി മുസ്ലിമിൻ ത്വലബു കുല്ലി ഇൽമിൻ. ലാ യഫ്തരിളു നിർബന്ധമാക്കപ്പെടുകയില്ല, നിർബന്ധമില്ല, അലാ കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിന്റെ മേലും, എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമില്ല, ത്വലബു കുല്ലി ഇൽമിൻ എല്ലാ ഇൽമും തേടൽ, എല്ലാ മുസ്ലിമിനും എല്ലാ വിജ്ഞാനങ്ങളും പഠിക്കൽ ബാധ്യതയില്ല. പിന്നെയോ ഫഇന്നമാ യഫ്തരിളു അലൈഹി ത്വലബു ഇൽമിൽ ഹാലി, പിന്നെ ഏത് ഇൽമു പഠിക്കലാണ് നിർബന്ധം? അവസരോചിതമായ ഇൽമു, ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള ഇൽമു പഠിക്കുക, അത് നിർബന്ധമാണ്. അവസരോചിതമായിട്ടുള്ള ഇൽമു പഠിക്കൽ അത് നിർബന്ധമാണ്. അല്ലാതെ എല്ലാ വിജ്ഞാനങ്ങളും പഠിക്കൽ അത് നിർബന്ധമില്ല, അത് ബാധ്യതയില്ല. ഫഇന്നമാ യഫ്തരിളു അലൈഹി ത്വലബു ഇൽമിൽ ഹാലി, എന്താണ്? ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചുള്ളതായ ഇൽമാണ് നിർബന്ധമാകുന്നത്. കമാ യുഖാലു പറയപ്പെട്ടതുപോലെ, എന്താണ്? അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ വ അഫ്ളലുൽ അമലി ഹിഫ്ളുൽ ഹാൽ. അഫ്ളലുൽ ഇൽമി വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമുൽ ഹാൽ അവസരോചിതം, അതായത് സാഹചര്യം അനുസരിച്ചുള്ള ഇൽമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം സാഹചര്യം അനുസരിച്ചുള്ളതായ വിജ്ഞാനമാണ്. അവസരോചിതമായ ഇൽമ് അതാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായത്. അഫ്ളലുൽ അമലി അമലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഹിഫ്ളുൽ ഹാൽ അവസ്ഥയെ സൂക്ഷിക്കുക. ഒരു സമയം എന്താക്കരുത്, വെറുതെ ആക്കരുത്, അവസരങ്ങൾ എന്താക്കണം, സൂക്ഷിക്കണം. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് അവസരങ്ങൾ സൂക്ഷിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞത് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, അഫ്ളലുൽ അമലി ഹിഫ്ളുൽ ഹാൽ. ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം അത് സാഹചര്യം അനുസരിച്ചുള്ള ജ്ഞാനമാണ്.
ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അവസരങ്ങൾ സൂക്ഷിക്കലുമാണ് എന്ന്. വയുഫറളു അലൽ മുസ്ലിമി ത്വലബു ഇൽമി മാ യഖഉ ലഹു ഫീ ഹാലിഹി വഫീ അയ്യി ഹാലിൻ കാന. മഹാനവർകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വയുഫറളു, അപ്പൊ നിർബന്ധമാകും അലൽ മുസ്ലിമി, എല്ലാ മുസ്ലിമിനും, ത്വലബു ഇൽമി മാ യഖഉ ലഹു ഫീ ഹാലിഹി, തനിക്ക് ആവശ്യമായി വരുന്ന വിജ്ഞാനം അഭ്യസിക്കുക. തനിക്ക് ആവശ്യമായി വരുന്നതായ വിജ്ഞാനം അഭ്യസിക്കുക, അത് എല്ലാവർക്കും നിർബന്ധമാണ്. വഫി അയ്യി ഹാലിൻ കാന, അത് ഏത് അവസ്ഥയിലാവട്ടെ, ഏത് അവസ്ഥയിലാവട്ടെ, ഐ ഫിൽ മറളി വസിഹത്തി, മറളിലാവട്ടെ സിഹത്തിലാവട്ടെ, ഏത് അവസ്ഥയിലായാലും തനിക്ക് ആവശ്യമായി വരുന്ന വിജ്ഞാനം അഭ്യസിക്കുക എന്നത് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പൊ നമ്മളൊരു കാര്യം എടുക്കുക, ഫഇന്നഹു ലാ ബുദ്ദ ലഹു മിനസ് സലാത്തി ഫയുഫറദു അലൈഹി ഇൽമു മാ യഖഉ ലഹു ഫീ സലാത്തിഹി ബിഖദ്രി മാ യുഅദ്ദാ ബിഹി ഫർളുസ് സലാത്തി. അപ്പോ നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു പഴുതില്ലല്ലോ. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു പഴുതി ഇസ്ലാമിലില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിയുള്ള കാലത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പിരീഡുകളിൽ നിസ്കാരം പാടില്ല, നിസ്കാരം ഹറാമാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു പഴുതുമില്ല. അപ്പൊ നിസ്കാരത്തിനെ കുറിച്ച് പഠിക്കണം. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല കിടന്ന് നിസ്കരിക്കാം, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാം, അതിനും കഴിയുന്നില്ലെങ്കിൽ മലർന്ന് കിടന്ന് നിസ്കരിക്കാം. അങ്ങനെ തുടങ്ങി പല രൂപങ്ങളും അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്നും പഠിക്കണം. ഫഇന്നഹു ലാ ബുദ്ദ ലഹു മിനസ് സലാത്തി, നിസ്കാരം എന്താണ്? ഒന്ന് നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം എടുക്കുക, അത് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റൂല, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാ. അപ്പൊ ഫയുഫ്തറളു അലൈഹി ഇൽമു മാ യഖഉ ലഹു ഫീ സലാത്തിഹി ബിഖദ്രി മാ യുഅദ്ദാ ബിഹി ഫർളുസ് സലാത്തി. അപ്പൊ നിർബന്ധ നിസ്കാരം ശരിയായി നിർവഹിക്കാൻ ആവശ്യമായ വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കൽ എന്താണ്? നിർബന്ധമാണ്. നിസ്കാരം ഉദാഹരണം പറയും, നിസ്കാരത്തിന്റെ മുമ്പ് വുളൂ വേണം, വുളൂഇനെ കുറിച്ച് പഠിക്കണം. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണം, നിസ്കാരത്തിൽ നിൽക്കണം, അതെങ്ങനെയാണ് നിൽക്കേണ്ടത്, നിസ്കാരത്തിൽ ഔറത്ത് മറക്കണം, അതെങ്ങനെയാണ് മറക്കേണ്ടത്, റുക്കൂ ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യണം, സുജൂദിൽ എത്ര അവയവങ്ങൾ നിലത്ത് വെക്കണം, ഇതിനെക്കുറിച്ചൊക്കെ എന്താക്കണം? പഠിക്കണം. അപ്പൊ നിസ്കാരം ശരിയായി നിർവഹിക്കാൻ ആവശ്യമായ വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കൽ എന്താണ്? നിർബന്ധമാണ്. നിർബന്ധമാണ്. കാരണം എന്താണ്? ബിഖദ്രി മാ യുഅദ്ദാ ബിഹി ഫർളുസ് സലാത്തി വയജിബു അലൈഹി, അപ്പോൾ അവന്റെ മേൽ നിർബന്ധമാകും ഇൽമു മാ യഖഉ ലഹു ഫീ സലാത്തിഹി ബിഖദ്രി മാ യുഅദ്ദാ ബിഹിൽ വാജിബു. കാരണം നിർബന്ധമായ കർമ്മങ്ങൾക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങളും നിർബന്ധമായി തീരുന്നതാണ്. നിർബന്ധമായ കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് ആവശ്യമായി തീരുന്ന കാര്യങ്ങൾ അതും എന്താക്കണം? ഓന് പഠിക്കണം. കാരണം എന്താ? അന്നമാ യുതവസ്സലു ബിഹി ഇലൽ വാജിബി യകൂനു വാജിബൻ, ഫർളിലേക്ക് മാധ്യമമാക്കപ്പെടുന്നതും വാജിബ് തന്നെയാണ്. ഫർളായ കാര്യം, ആ ഫർളായ കാര്യത്തിലേക്ക് വസീലയാക്കപ്പെടുന്ന കാര്യങ്ങൾ അതും തന്നെയാണ്, വാജിബ് തന്നെയാണ്. അപ്പൊ നിസ്കാരം അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ ആ നിർബന്ധമായ കർമ്മങ്ങൾക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങളും എന്താണ്? നിർബന്ധം തന്നെയാണ്. അപ്പൊ നിസ്കാരം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിസ്കാരം പഠിക്കണമെങ്കിൽ ആദ്യം വുളൂ പഠിക്കണം. അതേ പ്രകാരം തന്നെ നജസിൽ നിന്ന് ശുദ്ധിയാവുക, ഈ കാര്യം പഠിക്കണം. ഖിബിലക്ക് മുന്നിൽ ഏത് ഭാഗത്തേക്കാണ് തിരിയേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കണം. നിസ്കാരത്തിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ എന്താക്കണം? പഠിക്കണം. അതൊക്കെ നിർബന്ധമാണ്. വകദാലിക, ഇപ്രകാരം തന്നെയാണ് ഫി സൗമി, നോമ്പിൽ. നോമ്പിൽ ഇപ്രകാരം തന്നെയാ. നോമ്പ് നിർബന്ധമുള്ള ആള് നോമ്പിനെ കുറിച്ച് എന്താക്കണം? പഠിക്കണം. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടവൻ അതിനെക്കുറിച്ച് എന്താക്കണം? പഠിക്കൽ നിർബന്ധമാണ്. വസക്കാത്തി, സക്കാത്തിനെ കുറിച്ചും പഠിക്കണം. ഇൻകാന ലഹു മാലുൻ, സമ്പത്തുള്ളവന്. ഇപ്രകാരം തന്നെ സമ്പത്തുള്ളവൻ എന്താക്കണം? സക്കാത്തിനെ കുറിച്ച് പഠിക്കലും നിർബന്ധമാണ്. വൽ ഹജ്ജി, ഹജ്ജിനെ കുറിച്ച് പഠിക്കലും നിർബന്ധമാണ്. ഇൻ വജബ അലൈഹി, ഓന്റെ മേലെ ഹജ്ജ് നിർബന്ധം ഉണ്ടെങ്കിൽ. അപ്പൊ സമ്പത്തുള്ളവന് സക്കാത്തിനെ കുറിച്ച് പഠിക്കണം, ഹജ്ജ് നിർബന്ധമായവൻ അതിന്റെ കർമ്മങ്ങളെ കുറിച്ചും പഠിക്കണം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടവൻ അതിനെക്കുറിച്ചും എന്താക്കണം? പഠിക്കണം. ഇതെല്ലാം നിർബന്ധമാണ്. വകദാലിക, ഇപ്രകാരം തന്നെ പഠിക്കൽ നിർബന്ധമാണ്. ഫിൽ ബുയൂഇ, കച്ചവടങ്ങളിലും. ഇൻകാന യത്തജിറു, ഓൻ കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ. അപ്പൊ കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ വ്യാപാര സംബന്ധമായ മതവിധികളും പഠിക്കൽ എന്താ തന്നെയാണ്? നിർബന്ധം തന്നെയാണ്. അപ്പോ എല്ലാ ഇൽമും പഠിക്കുക.
എല്ലാ മുസ്ലിമിനും എല്ലാ വിജ്ഞാനവും പഠിക്കൽ എന്തില്ല, ബാധ്യതയില്ല. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചുള്ള വിജ്ഞാനം അത് പഠിക്കൽ നിർബന്ധം. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു പഴുതി ഇസ്ലാമിലില്ല. അപ്പൊ നിസ്കാരത്തിനെ കുറിച്ച് അവൻ പൂർണ്ണമായിട്ട് പഠിക്കണം. നിസ്കാരത്തിലേക്ക് വസീലയാകുന്ന കാര്യങ്ങളും, നിസ്കരിക്കാൻ എന്തൊക്കെ തയ്യാറാക്കണം, നിസ്കാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമാണ്, ഷർത്തുകളാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതേ പ്രകാരം തന്നെ നോമ്പിനെ കുറിച്ചും, നോമ്പ് നോൽക്കാൻ കഴിവുള്ളതാണ്, നോമ്പിന്റെ നിബന്ധനകൾ എന്തെല്ലാം, സക്കാത്ത് കൊടുക്കാൻ കാശുള്ള ആളാണെങ്കിൽ സക്കാത്തിന്റെ നിബന്ധനകൾ എന്തെല്ലാം, അതേ പ്രകാരം തന്നെ ഹജ്ജ് നിർബന്ധമായവനാണെങ്കിൽ അതിന്റെ കർമ്മങ്ങളെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ വ്യാപാര സംബന്ധമായ മതവിധികൾ പഠിക്കലും എന്താണ്, നിർബന്ധം തന്നെയാണ്. അവിടെ ഹറാമും ഹലാലും നോക്കണം. കളവ് പറഞ്ഞ് വിൽപ്പന നടത്താൻ പാടില്ല. അതേ പ്രകാരം തന്നെ വഞ്ചന പാടില്ല. ഈ കാര്യങ്ങളെല്ലാം അവൻ പഠിക്കണം. അപ്പോ ഈ ഹദീസിൽ ഇപ്പൊ പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, വിജ്ഞാന സമ്പാദനം എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. പക്ഷേ എല്ലാ മുസ്ലിമും എല്ലാ വിജ്ഞാനങ്ങളും പഠിക്കൽ ബാധ്യതയില്ല. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചുള്ളതായ വിജ്ഞാനം അവൻ പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവൻ നിസ്കാരം അതിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.